ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. അപ്പോൾ നമ്മൾ കൺവേർട്ടബിൾ കോളർ കുർത്തിയുടെ പാർട്ട് 2 ആണ് ഇത്. പാർട്ട് 1 കട്ടിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ പീസാണ്. ഈ നെക്കിൻ്റെ പീസ് ഞാനൊരു ക്യാൻവാസിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ട് ഞാനിവിടെ സെൻറ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു. അതിനുശേഷം അതിനപ്പുറത്ത് രണ്ട് സൈഡിലായിട്ട് 0.25 മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനൊരു വി പോലെ താഴേക്ക് ഞാൻ ജോയിൻ്റ് ചെയ്തു, സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക്, സെൻറ്റർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് 1.5 ഇഞ്ച് അകത്തേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 1.5 ഇഞ്ച്, കാരണം അത് പുറത്തേക്ക് തുറന്നു വരുന്നതാണല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത്, ഈ മാർക്ക് ചെയ്തേക്കുന്നിടത്തുനിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഫ്രണ്ടിൽ ചെറുതായിട്ട് ആങ്കർ ത്രെഡും വെച്ചൊരു സ്റ്റിച്ചിങ് ചെയ്ത്, പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന്, എനിക്ക് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ഇതിങ്ങനെ ലൈനിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നെക്ക് ഉണ്ടോ നോക്കുക. 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ഡെപ്ത്തും ഉണ്ടോ നോക്കി, ബാക്കിലെ തുണിയോ അതുപോലെ ഉണ്ടോ നോക്കി. ഇത് ടോപ്പിൻ്റെ നല്ല ഭാഗമാണ്. നല്ല ഭാഗത്ത് നെക്കിൻ്റെ നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക, മാറിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 0.25 കാണുന്നില്ല, കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് 0.25 രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടുന്ന് അകത്തേക്ക് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് കൊടുക്കാം, 1 ഇഞ്ച് കൊടുക്കാം. ആ ഒരു സ്ലിറ്റ് പോലെ വരുമല്ലോ, കോട്ടിൻ്റെ സൈഡിൽ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഭാഗം സ്ലിറ്റ് വരുമല്ലോ, ആ സ്ലിറ്റാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് അത് മാർക്ക് ചെയ്യുക. അത് 0.25 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത്, പേനയും കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വി ആയിട്ട്, ഈ സെൻറ്റർ ലൈനിൻ്റെ വി ആയിട്ട് 25 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വി പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ 1.5 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 1.5 കൊടുത്തിട്ടുണ്ട്. 25 ഇഞ്ച് 0.25 ഇഞ്ച് ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിട്ട് വേണം തുടങ്ങാനായിട്ട്. കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ മുകളിലേക്ക് വി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവസാനം കൊണ്ടുവന്ന് കെട്ടിട്ട് ഒരു പോയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഈ നെക്കിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് മടങ്ങി വരുന്നത്. ഇത് അവസാനം ഒന്ന് നമുക്ക് തേച്ച് ഒരു ചെറിയ ഹാൻഡ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് വരുന്നത്. ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അര ഇഞ്ചാണ് നമ്മൾ വിട്ടത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു തവണ സ്റ്റിച്ച് ചെയ്തു. ഞാൻ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഡബിൾ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിടുക. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഹാഫായിട്ട് ഒന്ന് മടക്കിയിടണം. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹാഫായിട്ടൊന്ന് മടക്കിയിടണം. മടക്കിയിട്ടതിന് ശേഷം നോക്കേണ്ട കാര്യം, ഒന്ന് ഷോൾഡർ ഫ്രണ്ടും ബാക്കും കൂടുതലും കുറവും എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി അത് കട്ട് ചെയ്ത് കളയണം. അതുപോലൊരു കാര്യം നോക്കേണ്ടത്, നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് സ്കെയിൽ എന്തെങ്കിലും ടേപ്പോ എന്തെങ്കിലും വെച്ച് നോക്കുക. എന്നിട്ടിത് കറക്റ്റ് സ്ട്രെയിറ്റ് ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് മൊത്തത്തിലല്ല, ഷോൾഡർ ജോയിൻ ചെയ്ത് ഒരു കുറച്ച് ഭാഗം ബാക്കിലോട്ടും കുറച്ച് ഭാഗം ഫ്രണ്ടിലോട്ടും ഈ ജോയിൻ്റ് ആയത് സ്ട്രെയിറ്റ് ആയോ എന്നൊന്ന് നോക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലേ? സ്ട്രെയിറ്റ് ആണ്. ഇതിപ്പം സ്ട്രെയിറ്റ് ആണ് ജോയിൻ ചെയ്തെടുത്തത്. അഥവാ സ്ട്രെയിറ്റ് അല്ല, എവിടെയെങ്കിലും ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കൈ വെക്കുമ്പോഴും അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നെക്ക് കോളർ വെച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നെക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഹാഫായിട്ട് മടക്കിയിട്ടേക്കുവാണല്ലോ. കറക്റ്റ് ഹാഫായിട്ട് തന്നെ വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും തുണി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അളന്നെടുക്കാം. അളന്നെടുക്കാനായിട്ട് ഒന്ന് വലിച്ച് പിടിക്കുക നേരെ. അതിനുശേഷം അരികിൽ കൂടെ ടേപ്പ് ഒന്ന് വെച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കുകയാണ്. കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അളക്കുന്നു. വര ടേപ്പിൻ്റെ വരയുണ്ടല്ലോ, എനിക്ക് 6.5 1 പോയിൻറ്റുമാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കാം. അറ്റത്തുനിന്ന് 6.5 1 പോയിൻറ്റും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ 6.5 1 പോയിൻറ്റുമാണ് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കേണ്ടത്.
അപ്പം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മാർക്ക് ചെയ്തെടുത്തായിരുന്നു. മടക്കി എടുത്തതിന് ശേഷം നമ്മുടെ മാർക്കിങ് വരുന്നത് 6.5 ഒരു പോയിൻറ്റുമാണ്. അത് എല്ലാവരുടെയും നെക്ക് ചിലപ്പോൾ 6.5 ഒരു പോയിൻറ്റും ആയിരിക്കത്തില്ല. നിങ്ങൾ അളവെടുക്കുക, മടക്കി ഇട്ടിട്ട് അളവെടുക്കുക, അല്ലെങ്കിൽ നൂത്തിട്ടിട്ട് മൊത്തത്തിൽ അളവെടുക്കുക. എത്രയാണോ വരുന്നത് അത് മടക്കിയിടുക. ഇതിപ്പോൾ 6.5 ഒരു പോയിൻറ്റും വെച്ച് 2 മടക്കിന് ഞാൻ, അതായത് ഒരു വലിയ ഷീറ്റ് 13 2 പോയിൻറ്റും വരുന്നൊരു വലിയ ഷീറ്റ് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് 1 ഇഞ്ച് കൂട്ടി മടക്കിയിടണേ. അപ്പോൾ ഇവിടെ ഞാൻ 7.5 വരുന്ന ഒരു ക്യാൻവാസ് ഷീറ്റാണ് മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് താഴ്ന്ന് 6.5 ഒരു പോയിൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലും 6.5 ഒരു പോയിൻറ്റും മാർക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6.5 ഒരു പോയിൻ്റാണ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തത്. ഇനി മുകളിലേക്ക് നെക്കിൻ്റെ വീതി എത്ര വേണം? 3.5 ഇഞ്ചാണ് വീതി ഞാൻ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് മതി. അതെല്ലാവർക്കും സെയിം തന്നെയായിരിക്കും. 3.5 ഇഞ്ച് വീതി, അതായത് മടക്കി വെക്കുന്ന ഭാഗമുണ്ടല്ലോ അത്. അപ്പോൾ 3.5 ഇഞ്ച് മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോക്സായിട്ട് അല്ലെങ്കിൽ സ്ക്വയർ എൽ ഷേപ്പിൽ, ഇപ്പോൾ ഒരു ബോക്സ് ആയല്ലോ, ബോക്സായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് വെച്ച് നമ്മൾ 3 സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ താഴെ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തല്ലോ. ഇനി ഈ കോണ് വന്നിട്ടുണ്ടല്ലോ, ഈ കോണിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തല്ലോ. ഇനി അടുത്തത് ഈ ഫോൾഡഡ് സൈഡ്, ഇത് ഫോൾഡഡ് സൈഡാണ്. അവിടെ നിന്നൊരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് 3 സ്ഥലങ്ങളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആദ്യം സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം 3 സ്ഥലങ്ങളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒന്ന് ഫോൾഡഡ് സൈഡിൽ 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. പുറത്ത് അറ്റം ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അടിഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഈ പുറത്ത് നിൽക്കുന്ന 1/2 ഇഞ്ചിൽ നിന്ന് ഈ അകത്തേക്ക് ജോയിൻറ്റ് ചെയ്യുക. അത് ജോയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം, ഈ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം 6.5 ഒരു പോയിൻ്റാണ്, ഏകദേശം ഒരു 3-3.25 സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു കർവായിട്ട് അര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തല്ലോ, അങ്ങോട്ടേക്ക് കർവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇത് എത്ര വരുന്നെന്നൊന്ന് നോക്കണം. കാരണം മുകളിലേക്ക് നമ്മൾ കൂട്ടി കൊടുത്തല്ലോ. അത് 6.5 എവിടെ, 6.5 ഒരു പോയിൻ്റ്, അതായത് നമ്മുടെ കോളറിൻ്റെ നെക്ക് എവിടെ വരുന്നതെന്ന് നോക്കണം. 6.5 ഒരു പോയിൻ്റ് ഇവിടാണ് വരുന്നത്. ഒരു പോയിൻ്റ് അകത്തേക്ക് കയറി എന്നിട്ട് മനസ്സിലായോ? അപ്പോൾ ഈ ജോയിൻറ്റ് ഇവിടെ ജോയിൻ ചെയ്യണം. കാരണം 6.5 കൂടുതൽ വരുമല്ലോ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഒന്നുകൂടെ ഒന്ന് വരച്ചെടുക്കണം. അകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. 3.5 ഇഞ്ച് നെക്ക് വീതി ഉണ്ടായിരിക്കും. 3.5 ഇഞ്ച് അതുപോലെ നമ്മുടെ നെക്കിൻ്റെ നീളം നമ്മൾ എത്രയാണോ കണക്ക് കൂട്ടിയെടുത്തത് അതും കൂടെ ഒരു സ്ക്വയറായിട്ട് മാർക്ക് ചെയ്യുക. 3 ഭാഗങ്ങളിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് 1/2 ഇഞ്ച്, താഴ്ന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക്, താഴെന്ന് പറയുമ്പോൾ ഇവിടെ
തുറന്നിരിക്കുന്ന ഭാഗമാണ്. ഇവിടുന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക്, ഇവിടുന്ന് സ്ക്വയർ വരച്ച് 1/2 ഇഞ്ച് പുറത്തേക്ക്, അതുപോലെ ഈ ഭാഗത്ത് 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടുന്ന് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ കുറച്ചുകൂടി ഇപ്പുറത്തുനിന്നായാലും ഒക്കെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു കർവ് കൊടുക്കുക. കർവ് കൊടുത്തിട്ട് അതും ഒന്ന് 6.5 ഇഞ്ച് ഒരു പോയിൻറ്റ് കറക്റ്റായി നീളം നോക്കി അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇത് നീളം നോക്കിയതിന് ശേഷം ഇത് ജോയിൻറ്റ് ചെയ്താലും മതി, ആദ്യമേ ജോയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നീളം നോക്കിയതിന് ശേഷം 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നീളം നോക്കിയതിന് ശേഷം ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് ആദ്യം അടിഭാഗത്ത് ഇതിന് നിങ്ങൾ തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇതിങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി. എത്രയാണോ നിങ്ങളുടെ നെക്ക് അളവ് എടുത്തപ്പോൾ വന്നത് അതിനനുസരിച്ച്. ബാക്കി 3.5 ഇഞ്ചിന് വ്യത്യാസമില്ല. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇത് ഈ കോൺ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും മടങ്ങി പുറത്തോട്ട് വരുന്നത്. മനസ്സിലായാലും ഇതെങ്ങനെയാണെന്ന് മടങ്ങി വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് അടിക്കേണ്ട തുണി, ഏത് തുണിക്കകത്താണോ നെക്ക് അടിക്കേണ്ടത് അത് ഇതേ അളവിൽ ഒട്ടിച്ചെടുക്കുക. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് പുറത്തേക്ക് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ 1/2 ഇഞ്ച് കിട്ടോ. 1/2 ഇഞ്ച് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഒരു വലിയ പീസ് തുണി എടുക്കുക. ഇതൊന്ന് പതിച്ചെടുക്കുക. അതേ അളവിൽ ഒരു തുണിയും കൂടെ എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ ക്യാൻവാസ് തുണിയിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ നെക്കിൽ കൊടുത്ത പോലെ തന്നെ ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ ഒരു ഡിസൈനൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാനൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് അതേ അളവിൽ. ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ക്യാൻവാസിനെ കാട്ടി 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ എല്ലാ സൈഡും തുണി കൂടുതൽ എടുത്തേക്കുന്നത്. കാരണം തയ്യൽ തുമ്പ് തുണിയിലാണ് വേണ്ട, ക്യാൻവാസിന് അതിൻ്റെ ആവശ്യമില്ല. തുണിയിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഞാൻ എല്ലാ സൈഡിലും എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ഒരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ 2 തുണി. അപ്പോൾ ക്യാൻവാസ് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എംബ്രോയ്ഡറി ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്യാൻവാസ് ഉള്ള ഭാഗത്തായിരിക്കണം ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ക്യാൻവാസ് ഉള്ള ഭാഗമായിരിക്കും അകത്ത് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ മടങ്ങി വരുന്നത്. നെക്ക് ഇങ്ങനെ മടങ്ങി വരുമല്ലോ, മടങ്ങി വരുന്നത് ക്യാൻവാസ് ഉള്ള ഭാഗമായിരിക്കും. അതുകൊണ്ടാണ് ക്യാൻവാസ് ഉള്ള ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് എന്തെങ്കിലും എംബ്രോയ്ഡറി ചെയ്യണമെങ്കിലോ ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോണുള്ള ഭാഗം കണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് കർവ് വരുന്ന ഭാഗത്ത് നമുക്ക് ഈ തുണി ഒന്ന് അകത്തേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മടക്കി താഴത്തെ കർവ് ഭാഗമാണ്, മുകളിലല്ല, താഴത്തെ കർവ് ഭാഗം മടക്കി തയ്ച്ചു അരികെ കൂടെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിക് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരി കോണാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. കാണുന്നുണ്ടല്ലോ.
ഇനി നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. ജോയിൻ്റ് ചെയ്യാനായിട്ട് ഈ തുണി കറക്റ്റായിട്ട് നമ്മൾ അളവെടുത്തതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. ക്യാൻവാസിൻ്റെ ഭാഗം മണ്ടയിൽ വരുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ അരിയിൽ കൂടെ, ഇവിടെ ഈ അടിക്കേണ്ട കാര്യമില്ല, ഈ അരിയിൽ കൂടെ ഇങ്ങനെ 3 സൈഡും ഇവിടെ നിന്ന് തിരിച്ച് താഴെ വരും 3 സൈഡ് അടിച്ചു കൊടുക്കുക. ബാക്കി ഈ ഭാഗം വിട്ടേക്കണം. ഈ 3 സൈഡ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. കെട്ടിട്ട് തുടങ്ങാം. ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ അടിച്ചു കൊടുക്കണം. ക്യാൻവാസിനകത്ത് കയറരുത്. കെട്ടിട്ട് നിർത്താം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് വെട്ടിക്കളയാം. 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ കോണൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് സൈഡിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ 1/4 ഇഞ്ച് മതി തുണി പുറത്തേക്ക്. അതിൽ കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് എന്തിനാ കത്രികയുടെ അറ്റം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് ഇങ്ങനെ ആയി കിട്ടും. അതുപോലെ അടുത്ത ഭാഗവും തിരിച്ചിടുക. സ്റ്റിച്ച് 2 അകത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ആക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നമ്മൾ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത് നെക്ക്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സീമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അയൺ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുന്നത് നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അയൺ ചെയ്തെടുക്കുന്നത് ഉണ്ട്. ക്രീസൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അയൺ ചെയ്തെടുക്കുന്നത് ഒരു വൃത്തിയാണ് തുണിക്ക്. തുണി തയ്ക്കുന്നതിന് മുന്നേ തന്നെ അയൺ ചെയ്തൊന്ന് കഴുകി അയൺ ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. അയൺ മാത്രം ചെയ്യാനാണെങ്കിൽ അങ്ങനെയും നല്ലതാണ്. അപ്പോൾ ഇനി കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു നോച്ചിട്ട് കൊടുക്കുക. സെൻറ്ററിൽ നോച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ,
ഈ ക്യാൻവാസ് ഭാഗമാണ് അകത്ത് കിടക്കുന്നത്. അടിയിൽ കണ്ടില്ലേ ഇത്രയും തുണി നമുക്ക് ബാക്കിയുണ്ട്. ഇനി അതൊന്ന് വരച്ചെടുക്കണം. നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അരിക് ചേർത്ത് അടിയിലത്തെ തുണിയിൽ മാർക്കിങ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. ഞാനീ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അഥവാ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല ഇനി വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ക്രേപ്പിൻ്റെ തുണി ആയതുകൊണ്ട് ഒന്ന് അകത്തോട്ട് കയറിയൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഒന്ന് പിടിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ ഇങ്ങനെ മാർക്കിങ് വന്നിട്ടുണ്ട്. ഇനി ഈ മാർക്കിങ് കൂടെയാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനും നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിങ്ങനെ മടക്കി ഇട്ടേക്കുവാണല്ലോ ഇപ്പോൾ തന്നെ. ഇവിടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെച്ച് നോക്കണം, നമ്മൾ എടുത്ത കോളർ കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നെക്കൊന്ന് വെച്ച് അളവ് ശരിയാണെന്നൊന്ന് നോക്കാം ആദ്യം. അളവ് നോക്കാനായിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ വെട്ടിട്ട് കൊടുത്തല്ലോ, 1.5 ഇഞ്ച് അകത്തേക്ക് കയറ്റിയിട്ട് ബാക്കി ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നില്ലേ, അവിടെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കാം സെൻറ്റർ കിട്ടുന്നുണ്ടോയെന്ന്. ഒരു സൈഡ് മാത്രം അളന്നാലും മതി, മറ്റേ സൈഡ് കറക്റ്റ് ആയിരിക്കുമല്ലോ. കണ്ടോ നോച്ചിട്ട് കൊടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് കാണുന്നുണ്ടോ? നോച്ചിട്ട് കൊടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം, അതായിരിക്കും കുറേ കൂടെ നല്ലത്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1.5 ഇഞ്ച് അകത്തേക്ക് കയറ്റിയാൽ പുറത്തോട്ട് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, മാർക്ക് ചെയ്തതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു സൂചി മാർക്ക് ചെയ്തതിൻ്റെ അകത്തുനിന്ന് സൂചി തയ്ച്ച് തുടങ്ങുക. മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ അല്ല, മാർക്ക് ചെയ്ത ആ വരയുടെ ഒരു സൂചി അകത്തേക്ക് നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കോളർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇത് ഉടുപ്പിൻ്റെ നല്ല ഭാഗമാണ്. നല്ല ഭാഗത്ത് കോളറിൻ്റെ ആ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗം ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അറ്റത്തുനിന്ന് ഈ തയ്യൽ തുമ്പിനെ അകത്തേക്കാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. പതിച്ചടിക്കുന്നില്ല, ഇതിപ്പോൾ ക്ലോസ് ആകും. അന്നേരം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിട്ട് തുടങ്ങണം. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നെക്ക് വരുന്നത്. ഇവിടെ നൂലൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയണം.
മടങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താ ഞാൻ ത്രെഡ് ഇങ്ങനെ അകത്ത് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ മടങ്ങി വരുമ്പം പുറത്തേക്ക് ഇതായിരിക്കും കാണുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വരുന്നത്. പുറത്തുനിന്ന് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. നെക്കിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് അന്നേരം വരുന്നത്. ഇതൊന്ന് തേച്ച് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട്. ഇവിടെ കോളറിൽ മാത്രമായിട്ട് ഒന്ന് പതിച്ചടിക്കണം സൈഡിൽ കൂടെ. അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. നെക്ക് അന്നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പതിച്ചടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. നോർമൽ എങ്ങനെയാണോ സ്ലീവ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് സ്ലിറ്റിങ് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് എങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.